സിനിമയ്ക്കുള്ളിലെ സിനിമ കഥ പറയുന്ന ചിത്രങ്ങൾ പലപ്പോഴും മലയാളത്തിൽ എത്താറുണ്ട്. അത് ആവശ്യത്തോടെയാണ് മലയാളികൾ സ്വീകരിക്കാറുള്ളത്. ഉദയനാണ് താരം അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ്. ആ ജനപ്രിയ ചിത്രത്തിന് ശേഷം വിഷുവിന് റിലീസായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷവും അങ്ങനെ ഒരു കഥ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാൽ ജൂനിയർ മറ്റൊരു ചിത്രവുമായി എത്തുകയാണ്, നടികർ. സിനിമയ്ക്കുള്ളിലെ സിനിമ തന്നെയാണ് സിനിമ. പക്ഷേ എത്രമാത്രം നീതി പുലർത്താനായി സിനിമയ്ക്ക് എന്നത് ചോദ്യമായി തന്നെ നിൽക്കുന്നു. ടോവിനോ നായകനായി എത്തിയ ഏറ്റവും പുതിയ ലാൽ ജൂനിയർ ചിത്രമാണ് നടികർ. സമ്മിശ്രമായ അഭിപ്രായങ്ങളുമായിട്ടാണ് നടികർ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത്. 2019 ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഡ്രൈവ് ലൈസൻസിലെ നായകൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ആ സൂപ്പർ സ്റ്റാറിനെ ചുറ്റിപ്പറ്റിയ കഥയായിരുന്നു ആ ചിത്രം. അതുപോലെ തന്നെ നടികരിലെ നായകനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ തന്നെയാണ് സിനിമ. ഇതും ഒരു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷേ സൂപ്പർ സ്റ്റാറിന്റെ സ്റ്റാർഡം പദവി നഷ്ടപ്പെടുന്നു. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലായിട്ടാണ് നായകൻ ഇതിലെത്തുന്നത്. ആ ഒരു നായകന്റെ കരിയറിലെ മോശം കാലഘട്ടത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. തുടർച്ചയായി 3 ചിത്രങ്ങൾ പരാജയപ്പെടുന്ന നായകൻ. ആ നിരാശയിൽ ഡേവിഡിന്റെ ആത്മവിശ്വാസത്തെയും അഭിനയത്തെയും എല്ലാം ബാധിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ആ നായകൻ എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള ഇമോഷണായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുമായി നായകൻ പങ്കുവെക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുന്നു, പ്രേക്ഷകൻ സ്വീകരിക്കുന്നു എന്നതിൽ വളരെ സംശയം തന്നെയുണ്ട്. ലാൽ ജൂനിയർ അവിടെ പരാജയപ്പെട്ടോ എന്നതും സംശയമായി തന്നെ നിൽക്കുന്നു. കൈവിട്ടു പോകുന്ന കരിയർ ഡേവിഡ് തിരിച്ചു പിടിക്കുന്ന കഥയാണ് നടികർ പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിലെ ഹരീന്ദ്രൻ കുറച്ചുകൂടി വേരൂന്നി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഡേവിഡ് പടിക്കൽ സ്റ്റാർഡത്തിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ഒരാളാണ്. ആ ആൾക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നത് ഒരു വലിയ സംശയം തന്നെയാണ്. ഡേവിഡ് പടിക്കൽ എന്ന സ്റ്റൈലിഷ് കഥാപാത്രത്തെ മികവോടെ തന്നെയാണ് ടോവിനോ അഭിനയിച്ചിട്ടുള്ളത്. ഡേവിഡിന്റെ പരുവപ്പെടൽ രംഗങ്ങളും ഒക്കെ മികച്ചതാക്കി ടോവിനോ മാറ്റിയിട്ടുണ്ട്. ടോവിനോയ്ക്ക് 100-ൽ 95 മാർക്കും കൊടുക്കാം. സൗബിൻ സാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, രഞ്ജിത്ത്, ചന്തു സലീം കുമാർ, അനൂപ് മേനോൻ, ഗണപതി മധുപാൽ, മാല പാർവതി എന്നിവരാണ് മറ്റു താരങ്ങൾ. വലിയൊരു താരനിരയുള്ള ചിത്രം തന്നെ. സൗബിന്റെ കഥാപാത്രങ്ങൾ പലയിടത്തും മുഴച്ചു നിൽക്കുന്നതായി തന്നെ കാണാം. ദിവ്യ പിള്ളയുടെ കഥാപാത്രത്തിനും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഭാവനയാണെങ്കിൽ കുറച്ച് സീനുകളിൽ മാത്രം വന്നു പോകുന്നു. ഭാവനയ്ക്കും വലിയൊരു റോളുണ്ടോ എന്നത് സംശയം തന്നെ. വൈകാരികമായി കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേക്ഷകനെ നിരാശപ്പെടുത്തുകയാണ് പല സീനുകളിലും. ഫോക്കസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയെ ദുർബലമാക്കിയതെന്ന് തന്നെ പറയാം. ഡേവിഡ് പടിക്കലിന്റെ ജീവിതത്തെക്കാളും വൈകാരികത സമ്മാനിക്കുന്നതും മനസ്സ് തൊടുന്നതും സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളാണെന്ന് പറയേണ്ടി വരും. അതിനാൽ തന്നെ ഡേവിഡ് എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് എത്ര കണക്ഷൻ കിട്ടുമെന്നും സംശയമാണ്. ഡേവിഡ് കടന്നു പോകുന്ന സംഘർഷങ്ങളും അനുഭവങ്ങളും ഒക്കെ അത്രയും കൂടി സുഖിച്ചില്ല എന്ന് തന്നെ പറയാം. സംവിധായകനും തിരക്കഥാകൃത്തും കൃത്യമായി സിനിമയെ ഉപയോഗിച്ചോ എന്നതും സംശയിക്കാം. ചിത്രത്തിന്റെ ഫ്രെയിമുകളെല്ലാം വളരെ കളർഫുൾ ആണ്. നിറക്കൂട്ടുകളാൽ സമ്പന്നമായ ഫ്രെയിമുകൾ. ആദ്യാവസാനം ചിത്രത്തിന് വിഷ്വൽ ബ്യൂട്ടി തന്നെ ഇത് സമ്മാനിക്കുന്നുണ്ട്. കൊച്ചി, മൂന്നാർ, ഹൈദരാബാദ്, ദുബായ്, കാശ്മീർ എന്നീ ലൊക്കേഷനുകൾ ഈ ഒരു സിനിമയുടെ ഭംഗി കൂട്ടുന്നുണ്ട്. രതീഷ് രാജാണ് എഡിറ്റിംഗ്. യാക്സൺ ഗാരി പെരേരയും നേഹ എസ് നേരും ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതവും എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നത് സംശയം തന്നെ. ടോവിനോയുടെ ചിത്രങ്ങൾ എപ്പോഴും സ്വീകാര്യം നേടുന്ന ചിത്രങ്ങൾ തന്നെ. പക്ഷെ നടികർ എത്രമാത്രം സ്വീകാര്യത നേടും എന്നത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെ. വൺ ടൈം വാച്ചബിൾ മൂവിയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം തന്നെയാണ് ലാൽ ജൂനിയറിന്റെ നടികർ. റിവ്യൂ കേട്ട് സിനിമ കാണാനോ കാണാതിരിക്കാനോ ഉള്ള അവകാശം നിങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കാണാൻ പോകുന്നവരും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക.